ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 62ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു പാട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച് നമ്മളോട് ചോദിച്ചൊരു പാട്ടായിരുന്നു. കാരണം ഇത് റംസാൻ മാസമായതുകൊണ്ട് ആ പെരുന്നാളിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് നമ്മുടെ പ്രവാസി മലയാളികളെ എല്ലാവരെയും നാട്ടിൽ വരാൻ പറ്റാത്തവർ, ഈ പെരുന്നാളിന് നാട്ടിൽ വരാൻ പറ്റാത്തവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പഠിക്കാം. നല്ലൊരു ഭക്തിഗാനമാണ്. അപ്പം ഒരു പെരുന്നാളിന് നമുക്ക് നന്നായിട്ടത് ഉൾക്കൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ 1000 കാതം അകലെയാണെങ്കിലും എന്നുള്ള പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം, പല്ലവി ഭാഗം, പാർട്ട് 1 ആയിട്ടുള്ള പല്ലവി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ 2 ലൈൻ, അതായത് 1000 കാതമകലെയാണെങ്കിലും ലാ 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 ലാ, ആ ഒരു ഭാഗമാണ് ആദ്യത്തെ 2 ലൈനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ആദ്യത്തെ ലൈൻ. അപ്പം ആദ്യത്തെ ലൈൻ നമുക്ക് വായിച്ച് നോക്കാം. വായിച്ചു. അപ്പം അടുത്ത അതിൻ്റെ നൊട്ടേഷൻ നോക്കാം. നോട്ടെന്ന് പറയുന്നത് ഏഷ സി സീഷ സി സി. ഏഷ സി സീഷ സി സി. ഏഷ സി സീഷ സി സി. ഇനി അകലെയാണെങ്കിലും അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് സി സി. എ ഷാർപ്പ് സി സി. അടുത്തത് എ ഷാർപ്പ് സി ഏഷ. എ ഷാർപ്പ് സി സി. എ ഷാർപ്പ് സി ഏഷ. എ ജി എഫ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ് സി സി. എ ഷാർപ്പ് സി ഏഷ. എ ജി എഫ് എഫ്. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയാം അടുത്തെന്ന് പറയുന്നത് എ ഷാർപ്പ് എ ജി എഫ് ഡി ഷാർപ്പ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏഷ എ ജി എഫ് സീഷ സീഷ. ഓക്കെ. അതിനിട്ട് ഒരു 5 പ്രാവശ്യം സി. 5 പ്രാവശ്യം സി. അപ്പം ഈ ലൈൻ 2 തവണ വായിക്കുക. അപ്പോൾ അത് വായിക്കേണ്ടത് ഇനി അടുത്തത് ലക്ഷങ്ങളെത്തി. ആ ഒരു ലൈനാണ്. ലക്ഷങ്ങളെത്തി എന്ന് പറയുന്ന ആ ഒരു ലൈനാണ്. അത് നമുക്ക് വായിച്ച് നോക്കാം. അത് വായിച്ച് കേൾപ്പിക്കാം. അപ്പം ഈ ബേസിലത്തെ എ ഷാർപ്പിലാണ് വായിക്കേണ്ടത്. അപ്പം അതാണ് അതിൻ്റെ നോട്ട്. അപ്പം അത് വായിക്കേണ്ട നോട്ടിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ആദ്യമേ വായിക്കേണ്ടത് ഏഷ സി സീഷ സി ജി. ഏഷ സി സീഷ സി ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏഷ സി സീഷ സി ജി. ഓക്കെ. അടുത്തത് വീണ്ടും അതുപോലെ തന്നെ. അപ്പം ഇനി വായിക്കുമ്പോൾ 2 എ ഷാർപ്പ് കൊടുത്ത് വായിക്കുക. ഏഷ ഏഷ സി സീഷ സി ജി. ബാക്കി അതുപോലെ തന്നെ ഒരു എ ഷാർപ്പും കൂടെ ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞുതരാം. ഏഷ ഏഷ സി സീഷ സി ജി. അപ്പം അത് വായിക്കേണ്ടത് ഓക്കെ. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്
അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം അല്ലേ? ഓക്കെ, അത് അപ്പം ആ അക്ഷയ ജ്യോതിസിൻ വരുമ്പോഴത്തേക്കിനും അത് ടോപ്പിലത്തെ എ ഷാർപ്പിലേക്ക് പോകും. ഇവിടെ നമ്മൾ ആദ്യം വായിച്ച ആ ഭാഗത്തേക്ക് തന്നെ പോകും. അപ്പം അത് വായിക്കേണ്ടത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അതാണ്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ആദ്യമേ 4 എ ഷാർപ്പ്, 4 എ ഷാർപ്പ്, എ ഷാർപ്പ് 4, കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഈ ഡി ഷാർപ്പിൻ്റെ ഒരു ടച്ച് കൊടുത്ത് വായിക്കുക, അവിടെ ഗ്രേസിനോട് ടച്ച് കൊടുത്ത് വായിക്കുക. ഓക്കെ, അപ്പം എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, അടുത്ത് എ ഷാർപ്പ്, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ചെറുത് ടച്ച് വരാളൂ, ഡി ഷാർപ്പ്, സി, സി, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, ഡി ഷാർപ്പ്, സി. ഓക്കെ, അത് അങ്ങനെയാണ് വായിക്കേണ്ടത്. അടുത്തത് സി 5 പ്രാവശ്യം, ഒരു സി ഹോൾഡ് ചെയ്തിട്ട് അടുത്ത 4 സി ഒരുമിച്ച്, സി, 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 4 സി. ഓക്കെ, അതാണ്. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് സഭാമാമരത്തിൻ്റെ ചോട്ടിൽ, ആ ഭാഗമാണ്. അപ്പം അത് വായിച്ച് ഞാൻ കേൾപ്പിക്കുക ആദ്യമേ. അതാണ് അടുത്ത ഭാഗം. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് 2 എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, എ ഷാർപ്പ്, സി, അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ്, എ ഷാർപ്പ്, സി, എന്നിട്ട് എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി, 2 പ്രാവശ്യം 2 എ ഷാർപ്പ്, സി. അപ്പോൾ ആദ്യമേ എ ഷാർപ്പ്, എ ഷാർപ്പ്, സി, അടുത്തത് എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി. ഓക്കെ, അടുത്തത് പിന്നെ എ ഷാർപ്പ്, എ, ജി, എഫ്, എ ഷാർപ്പ്, എ, ജി, എഫ്, എ ഷാർപ്പ്, എ, ജി, എഫ്. അടുത്തത് എഫ്, എഫ്, അടുത്തത് വീണ്ടും എഫ്, എ ഷാർപ്പ്, എഫ്, എ ഷാർപ്പ്, എ, ജി, എഫ്, ഡി ഷാർപ്പ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതിൻ്റെ എ ഷാർപ്പ്, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി, എന്നിട്ട് എ ഷാർപ്പ്, എ, ജി, എഫ്, എ ഷാർപ്പ്, എ, ജി, എഫ്, അടുത്തത് എഫ്, എ ഷാർപ്പ്, എ, ജി, എഫ്, ഡി ഷാർപ്പ്, സോറി ഡി ഷാർപ്പ്, സോറി സി ഷാർപ്പ്, സി ഷാർപ്പ്. അപ്പോൾ അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ലാസ്റ്റ് ലൈനാണ്, പല്ലവിയുടെ ലാസ്റ്റ് ലൈൻ. ഇതാണ്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, ജി, ജി, സോറി ജി, എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, ജി. അടുത്തത് എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, സി, എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, സി. ഓക്കെ, എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, സി. അപ്പം ഇതാണ് 1000 കാതം അകലെയാണെങ്കിലും എന്ന് പറയുന്ന പാട്ടിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള പല്ലവി ഭാഗം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിന് വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകുക. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാം അയച്ചു കൊടുക്കുക. അവർക്ക് കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയൊരു വഴി തുറന്നു കിട്ടുന്നതായിരിക്കും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.